ആലക്കോട് സെന്റ് തോമസ് മൂർ പള്ളിയിൽ സുവർണ ജൂബിലി സമാപനവും തിരുനാൾ ആഘോഷവും സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ജൂബിലി ആകുമ്പോഴേക്കും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറും തീരുമാനിച്ചു. അങ്ങനെ ഇവിടെ വച്ച് ആനിക്കാട്ട് വെച്ച് അച്ഛൻ്റെ രജതജൂബിലി പങ്കെടുക്കേണ്ടതായിരുന്നു. അതിനെ പറ്റിയെങ്കിലും ആലക്കോട്ട് വെച്ച് അച്ഛൻ്റെ രജതജൂബിലിയിലും പിന്നെ ഇടവകയുടെ സുവർണ ജൂബിലി പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥന് തോമസ് മൂർ, ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു എങ്ങനെയാണ് തോമസ് മൂറിനെ ഇടവകയുടെ മധ്യസ്ഥനായിട്ട് വയ്ക്കുക. സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയുടെ മധ്യസ്ഥന്മാർ ഒത്തിരി സെബാസ്റ്റ്യന്മാരുണ്ട്, ജോർജിമാർ ഒത്തിരി പേരുണ്ട്, തോമസ് ഉണ്ട്, ജോസഫ് ഉണ്ട്, സെന്റ് മേരീസ് ദേവാലയങ്ങൾ ഒത്തിരി ഉണ്ട്. തോമസ് മൂർ ആദ്യ ഇടവകയാണ്. ഒരുപക്ഷേ ഈ തോമസ് മൂർ ഉണ്ടായെന്ന് വരികയില്ല. മന്ത്രി പി ജെ ജോസഫ് ജൂബിലി സന്ദേശവും വെബ്സൈറ്റ് ഉദ്ഘാടനവും നിർവഹിച്ചു. അർത്ഥപ്രാണനായി കിടന്ന ആളെ നോക്കാതെ കടന്നു. ആ വഴി വന്ന ലേവ്യനും അതുപോലെ ചെയ്തു. സമരിയാക്കാരൻ മനസ്സരിവ് തോന്നിയ ആളെ എടുത്ത് ശുശ്രൂഷിച്ച് വെള്ളപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷിക്കാനും വീണ്ടും നോക്കാനും വേണ്ടി ഏർപ്പാട് ചോദിക്കുന്നു. ഇതിൽ ആരാണ് അയൽക്കാരൻ? നല്ല അയൽക്കാരൻ ഒറ്റവാക്കാണ്. കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. കുട്ടിക്കാനം മരിയൻ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ റൂബിൾ രാജ് മുഖ്യപ്രഭാഷണം നടത്തി.